CPIM തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു. തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടക്കാൻ ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകി. ജൂൺ 1 മുതൽ 15 വരെ സംസ്ഥാനമാകെ ഗൃഹസന്ദർശനം നടത്തും. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ സമാപനം എന്ന് നടക്കുകയാണ്. അതിനുശേഷം ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നതിലേക്ക് പാർട്ടി കടക്കുകയാണോ? അനുജ, സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ പരിപാടികൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ CPM തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പരമാവധി നേരിട്ട് പങ്കെടുക്കുന്നു. ജില്ലാ കമ്മിറ്റികൾ വിളിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിന് എന്തെല്ലാം ഒരുക്കങ്ങളാണ് നടത്തേണ്ടതെന്ന് സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ് MV ഗോവിന്ദൻ നൽകുന്നത്. ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ ജില്ലാ കമ്മിറ്റിയിൽ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം തദ്ദേശ തിരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായും ഭരണപരമായും ഒരുങ്ങുക എന്നതാണ്. സംഘടനാപരമായ ഒരുക്കങ്ങളുടെ ഭാഗമായി എല്ലാ തദ്ദേശഭരണ വാർഡുകളിലും എത്ര ബൂത്ത് കമ്മിറ്റികളുണ്ടോ ആ ബൂത്തുകളിലെല്ലാം കമ്മിറ്റികൾ രൂപീകരിക്കുക. ഒപ്പം തന്നെ അവിടെയെല്ലാം വാർഡ് തല ശില്പശാലകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, സർക്കാർ എന്തൊക്കെ ജനക്ഷേമപരമായ പ്രവർത്തനം നടത്തി തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി വാർഡ് തല ശില്പശാല അടക്കം സംഘടിപ്പിക്കും. ഇതോടൊപ്പം തന്നെ വ്യാപകമായ ഗൃഹസന്ദർശന പരിപാടിക്കും CPM പദ്ധതിയിട്ടിട്ടുണ്ട്. ജൂൺ 1 മുതൽ 15 വരെ സംസ്ഥാന വ്യാപകമായി ഗൃഹസന്ദർശന പരിപാടി നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റികൾക്ക് CPM സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക് പോകുന്നു. ഡിസംബറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. എന്തായാലും ഇപ്പോഴേ അതിൻ്റെ സംഘടനാപരമായ ഒരുക്കങ്ങളിലേക്ക് CPM കടക്കുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് CPIM. ഗൃഹസന്ദർശനം എന്നതാണ് ആദ്യപടി. ജൂൺ 1 മുതൽ 15 വരെ സംസ്ഥാനമൊട്ടാകെ ഗൃഹസന്ദർശനത്തിന് CPIM ഒരുങ്ങുന്നു.